ഹലോ ഫ്രണ്ട്സ്, മീൻകാരനെ കാത്തിരുന്ന് മീൻ കിട്ടാതെ വന്നപ്പോൾ അവസാനം ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാം. പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ സവാള ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ ചിക്കൻ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ സവാള തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അരിയാൻ എളുപ്പമാണ്. വീട്ടിലാണെങ്കിൽ പിന്നെ അമ്മ അങ്ങ് അരിഞ്ഞു തരും. എന്തായാലും കരഞ്ഞു പിഴിഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞ്. രാത്രി ആയതുകൊണ്ട് സമയക്കുറവുകൊണ്ട് ഞാനൊരു സിമ്പിൾ ചിക്കൻ കറി കുക്കറിലങ്ങ് തട്ടിക്കൂട്ടി. ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പിറ്റേന്നത്തേക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെക്കുന്നുണ്ട്. ഞാൻ മിക്കപ്പോഴും അങ്ങനെ തേങ്ങ ഉള്ളി ഇതൊക്കെ നേരത്തെ സെറ്റാക്കി വെക്കും. അതാകുമ്പോൾ ജോലി എളുപ്പമാവും. വീലി എന്റെ കൂടെ കളിച്ചോണ്ട് അടുക്കളയിൽ തന്നെ ഇരിക്കും. കറി ടേസ്റ്റ് ചെയ്യാനൊക്കെ അവളും മുൻപന്തി നിൽക്കും. ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് പുട്ട് പിടിച്ചാലോ എന്ന്. അപ്പൊ ഞാനും വിചാരിച്ച് പുട്ടാകുമ്പോൾ എനിക്ക് പരത്തേം കുഴക്കൊന്നും വേണ്ടല്ലേ, എളുപ്പപ്പണിയാവും. അങ്ങനെ ഞങ്ങൾ ചിക്കൻ പുട്ടുണ്ടാക്കി. ടൂറ്റിയിൽ പുട്ട് നിറയ്ക്കുമ്പോൾ പുട്ടിന്റെ മാവിന്റെ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ കറി കൂടെ വെക്കും. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആണെങ്കിലും പക്ഷെ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. എനിക്ക് രാത്രി ഒന്നും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇന്ന് കുക്കിംഗ് തുടങ്ങിയത്. പക്ഷേ ആ അരിപ്പുട്ടിന്റെ മണവും അതിന്റെ ഇടയ്ക്കുള്ള തേങ്ങയും ആ ചിക്കനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഏട്ടൻ്റെ അത് ഞാൻ അടിച്ചു മാറ്റി തിന്ന്. അപ്പോൾ ഓക്കെ, ബൈ.